കോൺഗ്രസ് നേതാവും നിയമ വിദ്യാർത്ഥിയുമായ PJ നൈസാമിന് മർദ്ദനമേറ്റ സംഭവത്തെ തുടർന്ന് വർക്കലയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വർക്കല പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ സലീം കോൺഗ്രസ് നേതാവിനെ അകാരണമായി കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിൽ പ്രതിഷേധിച്ച് നടത്തിയ യോഗത്തിന്റെ ഉദ്ഘാടനം മുൻ MLA വർക്കല കഹാർ നിർവഹിച്ചു. പോലീസിന് മൊത്തത്തിൽ ഒരു കുഴപ്പമുണ്ട്. ആ കുഴപ്പം എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ നയിക്കുന്ന മോളിലിരിക്കുന്നവന്റെ കുഴപ്പമാണ്. ഈ കുതിരക്കാരന് സവാരി അറിഞ്ഞുകൂടെങ്കിൽ കുതിരയ്ക്ക് അറിയാം. ഇവന് സവാരി അറിയാതെ എന്റെ പുറത്ത് കയറിയിരിക്കുകയാണ്. സവാരി അറിയാത്തവൻ കുതിരയുടെ പുറത്ത് കയറിയിരുന്നാൽ കുതിര ഒന്ന് കുലുക്കും, സവാരിക്കാരൻ തറകി വന്ന് വീഴും. ഈ അവസ്ഥയിലാണ് കേരളത്തിലെ ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തിന് സവാരി അറിഞ്ഞൂടാ. അതാണ് നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോ നൈസാമിനെ ഉപദ്രവിക്കുക, അതുപോലുള്ള പൊതുപ്രവർത്തകരെയും നിരപരാധികളെയും ഉപദ്രവിക്കുക, ഇതൊക്കെ പോലീസിന്റെ ഒരു സ്വഭാവമാണ്, നിങ്ങൾ അറിയുക. കോൺഗ്രസ് വർക്കല മണ്ഡലം പ്രസിഡന്റ് സജി വേളിക്കാടിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ശിവഗിരി മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് സ്വാഗതം ആശംസിച്ചു. KPCC സെക്രട്ടറി PRM ഷഫീർ മുഖ്യപ്രഭാഷണം നടത്തി. ഇവിടെ നിൽക്കുന്നത് സർക്കിളാണോ SI ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം, 1.5 കൊല്ലം കൂടെ കാണുള്ളൂ സാറേ ഈ തിളപ്പ്. അത് കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരും. അസാൾട്ട് ആൻഡ് ക്രിമിനൽ ഫോഴ്സസ് which was used against a public person to deter the public എന്നുള്ള ഡിസ്ചാർജ് ദി പബ്ലിക് ഡ്യൂട്ടി എന്നുള്ള വകുപ്പ് വെച്ച് നിങ്ങൾ കേസെടുക്കുമല്ലോ. എന്താ ഈ കേസിൽ കേസെടുത്തില്ല? പുഞ്ചിരിക്കൊന്നും വേണ്ട, ഇങ്ങോട്ട് നോക്ക്. എന്താ കേസെടുത്തില്ല? ഒരാളിനെ തടഞ്ഞു നിർത്തിയാൽ നിങ്ങൾക്കറിയാം IPC-യിലെ 341 ഒരാളെ തടഞ്ഞു നിർത്തുക. നൈസാമിന്റെ വീടിന്റെ അതിരകത്ത് കയറിയാൽ 447. സലീം കയറിയില്ലേ? അന്യായമായി കയറിയില്ലേ? ഒരു പൗരന്റെ അവന്റെ അവകാശപ്പെട്ട വീട്ടിൽ സെർച്ച് മെമ്മോറാണ്ടമോ സെർച്ച് ലിസ്റ്റോ ഇല്ലാതെ, ഒരു വാറണ്ട് ഇല്ലാതെ കയറിപ്പോകാൻ സലീമിന് ആർ അവകാശം കൊടുത്തു? എന്താ ധിക്കാരം? ഏത് സെർച്ചിന്റെ അടിസ്ഥാനത്തിൽ? ഏത് കോടതിയുടെ വാറണ്ടിന്റെ അടിസ്ഥാനത്തിൽ? അതിനുശേഷം അതിക്രമിച്ചു കയറൽ എന്താണെന്ന് അറിയാലോ? 451. വീട്ടിനകത്ത് കയറിയാൽ 452. വീട്ടിനകത്ത് കയറിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് ഈ പണ്ട് ഈ SI-മാര് ഹെഡ് കോൺസ്റ്റബിൾ മൂത്ത് SI-മാരാകുന്നവന്റെ വിവരം ഞങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് MA-യും LLB-യും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡിഗ്രികളുമായി ഇവിടെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരായി നിൽക്കുന്നവരല്ലേ? നിങ്ങൾക്കൊരു ഗൗരവമില്ലേ? നിങ്ങൾക്കൊരു മര്യാദയില്ലേ? എത്തും ചെറുപ്പമില്ലാതെ രാഷ്ട്രീയം നടത്തുന്നവരല്ലേ ഞങ്ങള്? യോഗത്തിൽ DCC വൈസ് പ്രസിഡന്റ് PM ബഷീർ, DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് B ഷാലി, P വിജയൻ, K ഷിബു, UDF ചെയർമാൻ B ധനപാലൻ, മണ്ഡലം പ്രസിഡന്റുമാരായ ഇടവ ജസീഫ്, കംസൻ നീലകമൺ, പ്രിജിത് ചെമ്മരുതി, മുനിസിപ്പൽ കൌൺസിലർമാർ, വർക്കല യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അജസ്, INTUC നേതാക്കൾ, ദളിത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സുലജ തുടങ്ങി നിരവധി പേരാണ് പങ്കെടുത്തത്. യോഗത്തിന് മുൻപ് നടന്ന പ്രകടനത്തിൽ 100ഓളം പ്രവർത്തകരും പങ്കുചേർന്നു. വിസ്മയ ന്യൂസ്, വർക്കല.